കഴിഞ്ഞ നീണ്ട 42 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിനിടയിൽ പല പല മേഖലകളിലും കർത്താവിനെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. പ്രത്യേകിച്ചും മദ്യപാനികളുടെ ഈ ഒരു ലോകം അതൊരു പ്രത്യേക അവസ്ഥയാണ്. കാരണം പച്ച മാംസത്തിലേക്ക് മനുഷ്യന് കത്തി കുത്തി ഇറക്കണമെങ്കിൽ ഒന്നിൽ മയക്കുമരുന്ന്, ഇല്ലെങ്കിൽ കഞ്ചാവ്, ഇല്ലെങ്കിൽ MDMA, ഇതിന് ഏതെങ്കിലും ഒരു പശ്ചാത്തലമില്ലാതെ മനുഷ്യന് ഇത്രയും വലിയ ക്രൂരനാകാനാകുമോ? ഇവിടെ ആയിരുന്ന ഒരു മോൻ, അവൻ്റെ പേര് ജിത്തു, MDMA ഹോൾസെയിൽ ഡീലറാണ്. അവൻ പറഞ്ഞത് ഞാൻ ഓർക്കുക, അച്ഛാ എൻ്റെ കൈ നിറയെ കസ്റ്റമേഴ്സാണ് അച്ഛാ. ആരാടാ? ആൺകൊച്ചും പെൺകൊച്ചും. എന്തിനാ പറയാവോ? സെക്സ് ചെയ്യാൻ. ഇത്രയും ഒരു ദുരന്തത്തിലേക്ക് ഈ മയക്കുമരുന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ തലമുറയെ കൊണ്ട് എത്തിക്കുന്നുണ്ടെങ്കിൽ, ചില സമയത്തൊക്കെ രാപകൽ സ്ത്രീകളുടെ നിലവിളി കേട്ട് ഞാൻ എൻ്റെ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് കരയാൻ തോന്നിയ ദിവസങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അച്ഛന് ഇത്രയും കരയാൻ മാത്രം മനക്കെട്ടിയില്ലേ എന്ന്. കാരണം മദ്യപാനത്തിന് ചെറിയൊരു മരുന്ന് പ്രയോഗം എനിക്കുണ്ട്, ആയുർവേദിക് പ്രോഡക്റ്റാണ്. ഗുണം കിട്ടിക്കഴിയുമ്പോൾ അടുത്ത ആൾക്ക് കൊടുക്കും. ഇങ്ങനെ രാപകൽ ഇത് കേട്ട് 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 ഒരു ദിവസം തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മുമ്പിൽ വെച്ച്, മദ്യവിരുദ്ധ സമിതിയുടെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞു പോയി കുറേ തുണി കൊണ്ടുവരാൻ. ചുറ്റാൻ പറഞ്ഞു, മണ്ണെണ്ണ ഒഴിക്കരുത്, മണം വരും. മറ്റേതെങ്കിലും കത്തുന്ന ഒരു ദ്രാവകം ഒഴിച്ചിട്ട് എന്നെ കത്തിച്ചോ. കാരണം കാൽവരിയിൽ കത്തിയവൻ്റെ കൂടെ കൂടി കത്താനുള്ള വിളിയാണ് കത്തനാരുടെ ജീവിതമെന്ന് ജീവിതം കൊണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഇനി ഇത് പറയണമെങ്കിൽ എനിക്കൊരു വാക്ക് വേണം. ഭരിക്കുന്ന മുഖ്യമന്ത്രി, ഭരിക്കാൻ ഒരുങ്ങുന്ന രാഷ്ട്രീയ നേതാക്കളെ, BJP ഇവിടെ താമര വിരിക്കാൻ ശ്രമിക്കുമ്പോഴും, ഡൽഹിയിൽ നിന്ന് ചൂല് വന്നാലും എനിക്കൊരു വാക്ക് തരണം. മദ്യം വിറ്റിട്ട് നീ ഇവിടെ ഈ കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ഈ ഒരു ദുരന്തം ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ ഒരു ഖജനാവിലേക്ക് പണം വേണ്ട. ഇന്ന് 4 രാഷ്ട്രീയ പാർട്ടികളും ഒപ്പിട്ട് തന്നാൽ നിന്ന് കത്താൻ തയ്യാറാ. തീ കാണുമ്പം ഞാൻ ഓടില്ല. കാരണം തടവറയിലായിരുന്ന എൻ്റെ ഒരു മോൻ, അവൻ മരിച്ചത് കുടിച്ചിട്ടാണ്. മരിച്ച് 41 കഴിഞ്ഞ് ആ വീട്ടിൽ ചെന്നപ്പോൾ ആ മോളെന്നോട് പറഞ്ഞതാ, ഞാനാണ് ആ കൊച്ചിനെ കണ്ടെത്തി കെട്ടിച്ചത്. അച്ചോ, സതി നല്ലതാ അച്ചോ. അതെ, സതി വില്യം ബെൻഡിക് പ്രഭു 1849 നിർത്തലാക്കിയ ആ സമ്പ്രദായം ഞാനിപ്പോൾ ചിന്തിക്കുക, സകല സ്ത്രീകളെയും കയ്യും കാലും കെട്ടി വലിച്ചെറിഞ്ഞതല്ല തൻ്റെ ഭർത്താവിൻ്റെ ചെതയിലേക്കെന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമായിരുന്നു ആ കത്തൽ. അപ്പോൾ ഈ പെണ്ണെന്താ ഇത് പറഞ്ഞത്? 18 കൊല്ലം 8 മാസവും ദിവസം ഞാൻ ഓർക്കുന്നില്ല ഇവിടെ ജീവിച്ചതാച്ചാ. അവൻ്റെ ഇരിക്കുന്ന ഫോട്ടോയും കാണിച്ചുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്, കത്തിക്കാൻ സതി നല്ലതാച്ചാ എന്ന്. അതിൻ്റെ അർത്ഥം എന്താ? ഈ പാവപ്പെട്ട മദ്യപാനികളുടെ സ്ത്രീകളുടെ ജീവിതം എരിഞ്ഞു തീരുക. ഒറ്റ ദിവസം കൊണ്ട് സതിയായിരുന്നെങ്കിൽ കത്തി തീർന്നേനെ. ഇത് ഭംഗിവാക്ക് പറയുന്നതല്ല, ഇത് വേദനയോടുകൂടി പറയുന്നതാണ്. രാപകൽ കേട്ട് കേട്ട് മടുത്തിട്ടാണ് ഞാൻ ഈ വാക്കിലൊരു പുരോഹിതനായ ഞാൻ കത്തിക്കാൻ വരെ എന്നെ വിട്ടുകൊടുത്തോ. പക്ഷേ എനിക്ക് വാക്ക് കിട്ടണം. കത്തിത്തീരുന്ന എരിഞ്ഞു തീരുന്ന ജീവിതങ്ങൾക്ക് ഒരു മാർഗം, രക്ഷാമാർഗമായിട്ട് ഈ മദ്യം ഇല്ലാത്ത, മദ്യം വിൽക്കാത്ത, മയക്കുമരുന്നില്ലാത്ത ഒരു ലോകം ഈ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ തെങ്ങ് കയറുന്നവനും തടി വെട്ടുന്നവനും കൂലി അറിയുമോ? 4000-3000 രൂപ ആ ദിവസത്തെ കൂലി. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഷ്രൈൻ, നല്ല കളറിൻ്റെ ഷ്രൈൻ പണിയാൻ വന്ന ആൾ കാറേൽ, നല്ല ഒരു 15 ലക്ഷത്തിൻ്റെ കാറേലാണ്. കാറ് പാർക്ക് ചെയ്തിട്ട് ഒരാഴ്ച പണി കഴിഞ്ഞപ്പോൾ കാറും എടുത്തുകൊണ്ട് പോകുക. ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാണ്? മദ്യപിക്കില്ല അച്ചോ. ഇവിടുത്തെ ചുമട്ട് തൊഴിലാളിയുടെ കാർ എവിടെ പോയി? ഇവിടുത്തെ തടി വെട്ടുന്നവൻ്റെ കാർ എവിടെ പോയി? അടുക്കള ജോലി ചെയ്യുന്നതിൻ്റെ കാർ എവിടെ പോയി? ഇവർക്കൊക്കെ സ്വന്തം കാറിൽ പോയി ജോലി ചെയ്തിട്ട് ആ കാറേ കയറി തലയൊക്കെ, ആ മുണ്ടൊക്കെ തലയിലൊക്കെ ഒന്ന് കെട്ടി സ്വന്തം വീട്ടിൽ പോകാനുള്ള കാശാണ് ഈ ഖജനാവിൽ അടച്ചത്. ഈ പാവങ്ങൾക്ക് പെൻഷനുണ്ടോ? ഈ ഗവൺമെൻറ് ഇവർക്ക് പെൻഷൻ കൊടുക്കേണ്ടതല്ലേ? ഈ മദ്യപാനികൾക്ക് ഇത്രയും ഖജനാവിലേക്ക് കാശ് അടച്ചിട്ട് ഇവർക്ക് പെൻഷൻ വേണ്ടേ? അതുകൊണ്ട് ഈ മദ്യപാനികളൊക്കെ ഞാൻ പറയും, റോഡിലേക്ക് ഇറങ്ങിയിട്ട് പെൻഷന് വേണ്ടിയിട്ട് ഉറക്കെ ശബ്ദിക്കണമെന്ന് പറയും. ഇത് ചുമ്മാ പറയുമല്ല, ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പറയുന്നതല്ല. ജീവിതം ജീവിച്ച അനുഭവം കണ്ടും കേട്ടും മടുത്തിട്ടാണ് ഞാൻ ഈ വാക്ക്, ഒരു പുരോഹിതനാണ്, കത്തോലിക്ക വൈദികനാണ് ഞാൻ, ആ ഭാഷയിൽ പറയുന്നത്. പ്രസംഗ തൊഴിലാളിയുടെ ഭാഷയല്ല ഇത്. ഇത് മനുഷ്യൻ്റെ വേദനയും നൊമ്പരവും രാപകൽ കണ്ടും കേട്ടും അറിഞ്ഞും നൊന്തിട്ട് പറഞ്ഞു പോയ വാക്കുകളാണ്. കൂടിപ്പോയെങ്കിൽ മാപ്പ്.